നമസ്കാരം. TV USA എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. TV USA എല്ലാവരെയും വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ട് നടന്ന കഴിഞ്ഞ ആഴ്ചയിലെ ടോക്ക് ഷോയിൽ നിന്ന് വളരെ ഫേവറബിളായിട്ടുള്ള മറുപടികൾ, അന്വേഷണങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് നമ്മുടെ പല മാധ്യമങ്ങളിലൂടെയും അറിയുവാൻ സാധിച്ചു. ഇതിനോടകം നമുക്ക് ധാരാളം വ്യൂവേഴ്സ് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും ഉണ്ട്. 134,000 എന്നാണ് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ ഇതുവരെയുള്ള വ്യൂവേഴ്സിൻ്റെ ഒരു കണക്ക്. പല രീതിയിലാണെന്ന് മാത്രം, പല ചാനലുകളിലാണ്, പല യൂട്യൂബ് അക്കൗണ്ടുകളിലുമാണ്. എങ്കിലും നമുക്ക് ഇത്രയും ആളുകൾ ഇതിനോടകം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ടോക്ക് ഷോയെപ്പറ്റി പല അഭിപ്രായങ്ങൾ വന്നതിൽ വീണ്ടും ചില താല്പര്യങ്ങൾ ജനങ്ങൾ പലരും, പ്രത്യേകിച്ച് കേരളത്തിലെയും ഗൾഫിലെയും മലയാളികൾ, അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും അമേരിക്കയിലെ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ബന്ധം എന്നീ സബ്ജക്റ്റുകളെല്ലാം കൂടുതലായിട്ട് അറിയുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് ഇന്ന് വീണ്ടും അതേ ചോദ്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട അറ്റോർണി വിനോദ് ഖേർക്കയോട് ചോദിക്കുകയാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച വിഷയങ്ങളിൽ നിന്ന് അല്പം കൂടി കടന്ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാവണം, അല്ലെ എങ്ങനെയായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ലോയർ നമ്മളോട് സംസാരിക്കുന്നു. അമേരിക്കയും ഇന്ത്യയും ഒരു ജനാധിപത്യ രാഷ്ട്രങ്ങളാണ്. പക്ഷേ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റാണ്, നേരെ മറിച്ച് ഇന്ത്യയിൽ പാർലമെൻ്ററി ഡെമോക്രസിയാണ്. അമേരിക്കയിലെ ഭരണാധികാരി പ്രസിഡൻ്റാണ്, നേരെ മറിച്ച് ഇന്ത്യയിലെ ഭരണാധികാരി പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ പ്രസിഡൻ്റ് നമ്മളൊക്കെ കളിയാക്കി പറയുന്ന പോലെ ഒരു റബ്ബർ സ്റ്റാമ്പാണ്, ഒരു സെറിമോണിയൽ ഹെഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ വൈരുദ്ധ്യം എന്ന് പറയട്ടെ, അമേരിക്കൻ പ്രസിഡൻറ്റിനെയും ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏത് പാർട്ടിയാണോ ജയിക്കുന്നത് ആ പാർട്ടിയുടെ പ്രതിനിധികളാണ് ജാനുവരി 6-ാം തീയതി വാഷിങ്ടൺ DC-യിൽ കൂടി പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജാണ്. ഇന്ത്യയിലെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുമ്പോൾ രാജ്യസഭയിലെയും ലോകസഭയിലെയും MP-മാർ കൂടാതെ സംസ്ഥാനങ്ങളിലെ MLA-മാർ അവർ കൂടുന്നതാണ് ഇലക്ട്രൽ കോളേജാണ്. അവരാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. എങ്ങനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെൻറ്റിലേക്ക് ആദ്യം ഇലക്ഷൻ നടക്കുന്നു. എന്നിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ നേതാവിനെ പ്രസിഡൻ്റ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. അതിനു മുമ്പായിട്ട് ഏത് പാർട്ടിക്കാണോ ഭൂരിപക്ഷം കിട്ടിയത് അവർ ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവിനെ ലീഡർ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആ പാർലമെൻ്ററി പാർട്ടി ലീഡർ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പ്രസിഡൻറ്റിനെ കാണുന്നു, പ്രസിഡൻറ്റിൻ്റെ ഉപദേശങ്ങൾ തേടുന്നു. പ്രസിഡൻ്റാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി അവരെ മന്ത്രിമാരാക്കുന്നത്. അതാണ് പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റും പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ഇന്ത്യൻ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റുമായുള്ള വ്യത്യാസം. അതുകൂടാതെ നമുക്ക് 2 സഭകളാണ് ഉള്ളത്. ഒന്ന് രാജ്യസഭ, 2 ലോകസഭ. ലോകസഭയിലേക്കുള്ള മെമ്പർമാരെ നമ്മൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അതേസമയം രാജ്യസഭയിലേക്കുള്ള മെമ്പർമാരെ അതത് സംസ്ഥാനങ്ങളിലെ MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നത്. അമേരിക്കയിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആ കോൺഗ്രസ്മെന്നും കൂടാതെ സെനറ്റേഴ്സുമുണ്ട്. അമേരിക്കയുടെ 50 സംസ്ഥാനങ്ങളിൽ നിന്നും 2 സെനറ്റേഴ്സാണ് വാഷിങ്ടണിൽ സേവനം അനുഷ്ഠിക്കുന്നത്.
അതുപോലെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് കോൺഗ്രസ്മെൻ ജനസംഖ്യാ അനുപാതം അനുസരിച്ചാണ് ഓരോ സംസ്ഥാനങ്ങളിലും പ്രതിനിധീകരിച്ചുകൊണ്ട് വാഷിങ്ടണിൽ പോകുന്നത്. കോൺഗ്രസ്സിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് 435 പേരെ നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്നു. 3 പേരെ, 1 പോർട്ടറീക്കോ, 2 വാഷിങ്ടൺ DC, 3 ഗുവാം വിർജീനിയ ഐലൻഡ്സിൽ നിന്ന് ഒരു പ്രതിനിധി. അങ്ങനെ 438 പേര് ചേരുന്ന ഒരു സഭയാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. ടോട്ടൽ US കോൺഗ്രസ് എന്ന് പറയുന്നത് 438 അധികം 100, അത് 100 സെനറ്റേഴ്സാണ്. അങ്ങനെ 538 പ്രതിനിധികൾ ചേരുന്നതാണ് US കോൺഗ്രസ് എന്ന് പറയുന്ന സഭ. വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അവിടെ ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി നേതാക്കന്മാരാണ്. ഇവിടെ പ്രസിഡൻ്റാണ്. ഇവിടെ അമേരിക്കയിൽ മന്ത്രിമാരില്ല, എല്ലാവരും ക്യാബിനറ്റ് സെക്രട്ടറിമാരാണ്. ആ ക്യാബിനറ്റ് സെക്രട്ടറിമാരെ നിയോഗിക്കുന്നതിന് മുൻപായിട്ട് സെനറ്റിൻ്റെ അപ്രൂവൽ വാങ്ങണം. അവരുടെ ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ പശ്ചാത്തലം, അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ സെനറ്റ് ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയെ വോട്ടെടുത്ത് തിരഞ്ഞെടുത്ത് അവരെ നിയോഗിക്കാറുള്ളൂ. അതാണ് പ്രധാനമായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ വ്യത്യാസം. അതുപോലെ നമ്മുടെ നാടുകൾ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെന്ന് പറയുന്നത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സെറിമോണിയൽ ഹെഡ് മാത്രമാണ്. എന്നാൽ അമേരിക്കയിലെ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെയും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും മന്ത്രിമാരാണ് കാര്യനിർവഹണം നടത്തുന്നത്. എല്ലാ അമേരിക്കയിലെ സ്റ്റേറ്റുകളിൽ ഗവർണറുടെ കീഴിൽ ക്യാബിനറ്റ് സെക്രട്ടറിമാർ നിയോഗിക്കുന്നു. ആ ക്യാബിനറ്റ് സെക്രട്ടറിമാരാണ് അതത് സംസ്ഥാനങ്ങളിലെ ഭരണ ചുമതല നിർവഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബൈഡൻ പ്രൊജക്റ്റഡ് വിന്നർ എന്നൊക്കെയാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയൊരു ടേം ഇല്ലയെന്ന് കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ അഡ്വക്കേറ്റ് വിനോദ് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രൊജക്റ്റഡ് വിന്നർ എന്നൊരു സ്റ്റാറ്റസ് ലീഗലായിട്ട് ഉള്ളതായിട്ട് എനിക്കും അറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ ബൈഡൻ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അത് വേണ്ടി വന്നാൽ അതിന് ഞാൻ തയ്യാറാണ് എന്ന് പ്രസിഡന്റ് ട്രംപും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ വാർത്തകൾ വെളിയിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ശുഭമായി പോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ അതല്ല, പ്രസിഡന്റ് ട്രംപ് നേരെ തിരിച്ചുള്ളൊരു തീരുമാനമെടുക്കുകയാണ്. റിഗാർഡ്ലെസ് ഓഫ് ദി മീഡിയാസ് കമൻറ്റ്, ഐ ആം നോട്ട് സ്റ്റെപ്പിംഗ് ഡൗൺ എന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞാൽ എന്തായിരിക്കും പിന്നീടുള്ള നിയമപരമായിട്ടുള്ള നടപടി? അമേരിക്കയിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 21 ദിവസം കഴിയുന്ന ഈ പശ്ചാത്തലത്തിൽ 2021 ജാനുവരി മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ആര് സത്യപ്രതിജ്ഞ ചെയ്ത് അടുത്ത 4 വർഷക്കാലം അമേരിക്കയെ മുന്നോട്ട് നയിക്കും എന്നുള്ള ചോദ്യചിഹ്നം എല്ലാവരുടെയും മനസ്സിൽ ഉദിച്ചിരിക്കുന്ന ഈ സമയത്ത് ചോദ്യം വളരെ അർത്ഥവത്താണ്. നവംബർ 3-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞു. ഡിസംബർ 14-ന് മുൻപായിട്ട് എല്ലാ അമേരിക്കയിലുള്ള 50 സംസ്ഥാനങ്ങളും ഇലക്ഷൻ സർട്ടിഫൈ ചെയ്യണം. ഡിസംബർ 20-ന് മുൻപായിട്ട് അതത് സംസ്ഥാനങ്ങളിൽ ഇലക്ട്രൽ കോളേജുകൾ കൂടിയിട്ട് അവർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 2% കാൻഡിഡേറ്റ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ജോ ബൈഡനും ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപും. ഈ 2 സ്ഥാനാർത്ഥികളിൽ ആരെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഡിസംബർ 20-ാം തീയതി എല്ലാ സംസ്ഥാനങ്ങളിലും കൂടുന്ന ഇലക്ട്രൽ കോളേജിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ബാലറ്റ്സ് നോമിനേഷൻ വാഷിങ്ടൺ DC-യിലേക്ക്, അവിടെയാണല്ലോ US കോൺഗ്രസിൻ്റെ ആസ്ഥാനം, അവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നു. ജാനുവരി 3-ാം തീയതി പുതുതായിട്ട് തിരഞ്ഞെടുത്ത ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ്മെന്മാരെയും സെനറ്റേഴ്സിനെയും സത്യപ്രതിജ്ഞ ചെയ്ത് അവരെ ഉപവിഷ്ടരാക്കുന്നു. ജാനുവരി 6-ാം തീയതി
സെനറ്റും കോൺഗ്രസ്സിലുമുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ഹാളിൽ ഇരുന്നിട്ട് വൈസ് പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് ഇലക്ട്രൽ കോളേജ് കൂടിയിട്ട് അവരാണ് പ്രസിഡൻ്റ് ആരാകണം എന്ന് തീരുമാനിക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ 538 പേര് ചേരുന്നതാണ് ഇലക്ട്രൽ കോളേജ്. ഒരാൾ പ്രസിഡൻ്റായിട്ട് അവരോധിക്കപ്പെടണമെങ്കിൽ 270 വോട്ട്, 538 ഇലക്ട്രൽ കോളേജിൽ നിന്ന് 270 വോട്ട് ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും അടുത്ത 4 വർഷം പ്രസിഡൻ്റായിട്ട് അമേരിക്കയെ ഭരിക്കുന്നത്. നേരെ മറിച്ച് 270 കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള 50 സംസ്ഥാനങ്ങളിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് US കോൺഗ്രസ്സിൽ കൂടുകയും അവർ ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും. US സെനറ്റാണ് വൈസ് പ്രസിഡൻ്റ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1824 തോന്നുന്നു ജോൺ ലിൻസി ആഡംസ് അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയതും ഇലക്ട്രൽ കോളേജിലെ മെമ്പേഴ്സും അദ്ദേഹത്തിന് അനുകൂലിച്ചെങ്കിലും ചില ഈ ഇലക്ട്രൽ കോളേജിലുള്ള മെമ്പേഴ്സ് US കോൺഗ്രസ്സിൽ ചെന്നപ്പോൾ കാലുമാറാൻ ഇടയാവുകയും രണ്ടാം സ്ഥാനത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രസിഡൻ്റായിട്ട് അവരോധിക്കുകയും ചെയ്ത ഒരു കീഴ്വഴക്കം 1824 ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ജാനുവരി 20, 11:59 AM വരെ ഡൊണാൾഡ് ട്രംപ് തന്നെയായിരിക്കും പ്രസിഡൻറ്റ്. ഇപ്പോഴേ വേറെ കാര്യം എനിക്ക് ഇത്തവണ പറയാൻ ആഗ്രഹിക്കുന്നത്, 20 വർഷങ്ങൾക്ക് മുമ്പ് അൽ ഗോറും ജോർജ് ബുഷ് ജൂനിയറുമായിട്ട് ഇതുപോലെ പ്രസിഡന്റ് പദത്തിനു വേണ്ടി ഒരു നിയമയുദ്ധം നടന്നു. അത് അവസാനം US സുപ്രീം കോടതിയിൽ ചെന്നെത്തുകയും അന്ന് ഡിസംബർ 12 മുമ്പേ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ വോട്ട് സർട്ടിഫൈ ചെയ്യണമെന്നായിരുന്നു ആ സമയത്തുള്ള നിയമം. പക്ഷേ ഡിസംബർ 16 US സുപ്രീം കോർട്ട് ഗോറിൻ്റെ കേസ്, ഗോറ് ബുഷിനെതിരായിട്ട് കൊടുത്തുള്ള കേസ് തള്ളിക്കൊണ്ട് ബുഷിനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. 2021 ജാനുവരി 20 പ്രസിഡൻറ്റ് ട്രംപിനെ വൈറ്റ് ഹൗസിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതിനു മുമ്പേ ഈ നിയമയുദ്ധങ്ങളൊക്കെ അവസാനിച്ച് ആരാണ് പ്രസിഡൻ്റ് എന്ന് ഒരു വ്യക്തമായ ധാരണയുണ്ടായിരിക്കും. അങ്ങനെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ 2021 ജാനുവരി 20 ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അടുത്ത 4 വർഷക്കാലം അമേരിക്കയെ ഭരിക്കുവാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് ഈ കഴിഞ്ഞ അടുത്ത 45 ദിവസം നടക്കുന്ന എല്ലാ നിയമയുദ്ധങ്ങളും ജാനുവരി 6 മുമ്പേ തീരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. രാജ് ഓട്ടോ സെന്റർ, ന്യൂയോർക്ക്. നിങ്ങളുടെ വാഹനം ഏതുമായി കൊള്ളട്ടെ, ഞങ്ങളെ സമീപിക്കുക. രാജ് ഓട്ടോ സെന്റർ, ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ അതിപ്രശസ്തമായ സ്ഥാപനം രാജ് ഓട്ടോ സെന്റർ, ന്യൂയോർക്ക്. അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ, ഇലക്ഷൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അനേക വോട്ടുകൾ ഇപ്പോഴും റീകൗണ്ട് ചെയ്യാനുള്ള ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടി ഉന്നയിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രസിഡന്റ് ട്രംപ് സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞില്ല എങ്കിൽ എന്തായിരിക്കും പിന്നീടുണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ? രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ നടുവിലിരുന്ന് അമേരിക്ക ഉഴലുന്ന ഈ സാഹചര്യത്തിൽ ചോദ്യകർത്താവിൻ്റെ ചോദ്യം വളരെ അർത്ഥവത്താണ്. 2021 ജാനുവരി 20 12 മണിക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിനെ ചവിട്ടിപ്പുറത്താക്കേണ്ട സാഹചര്യം വരുമെന്ന്
ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പേ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള കേസ് നടന്നാലും US സുപ്രീം കോടതിയിൽ കേസ് നടന്നാലും അതിനു മുമ്പേ ഒരു വിധി വന്നിരിക്കും. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ആര് ജയിച്ചു എന്ന് കോടതി പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം വീണ്ടും പറയുന്നു 2021 ജാനുവരി മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ശുഭമുഹൂർത്തത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഈ രാജ്യത്തെ അടുത്ത 4 വർഷത്തേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. बाजीराव, बहुत टेंशन में लग रहा है. पिएगा क्या? चिल्ड है. आजा. ബൈഡൻ്റെ അടുത്ത സ്റ്റാഫ് മെമ്പേഴ്സിൽ ഒബാമയുടെ കൂടെ ചെയ്തവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം? 2008 മുതൽ 2016 വരെ ഒബാമയുടെ ഭരണം നന്നായിരുന്നുവെങ്കിൽ ഒബാമയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന മിസിസ് ഹിലരി ക്ലിൻ്റന് ദയനീയമായ പരാജയം ട്രംപിൽ നിന്ന് ഉണ്ടാവുമായിരുന്നില്ല. അതിലുപരിയായിട്ട് ജോ ബൈഡൻ അടുത്ത 4 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറിമാർ പലരും തഴക്കവും പഴക്കവുമുള്ളവരാണെങ്കിൽ കൂടിയും നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ താപ്പാനകളാണ്. അതിനകത്ത് ഒരാൾ ജോൺ കെറി അദ്ദേഹം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. ഒബാമയുടെ 2ാം ഊഴത്തിൽ ജോൺ കെറി ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അദ്ദേഹമായിരുന്നു ഇറാൻ ഡീൽ നെഗോഷിയേറ്റ് ചെയ്തത്. അതുപോലെ ഫ്രാൻസിൽ പോയിട്ട് ക്ലൈമറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതും അദ്ദേഹമായിരുന്നു. നമുക്കറിയാം ഏകദേശം $5 ബില്യൺ അന്ന് ക്ലൈമറ്റ് കൺട്രോളിന് വേണ്ടി പാരീസ് അക്കോർഡിന് വേണ്ടി അമേരിക്ക വാഗ്ദാനം ചെയ്തത്. ആ പാരീസ് അക്കോർഡിൽ 5 ലോകരാഷ്ട്രങ്ങൾ ജപ്പാൻ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ 5 രാഷ്ട്രങ്ങൾ മാത്രമാണ് ഈ പാരീസ് അക്കോർഡിന് വേണ്ടി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തത്. മറ്റുള്ള രാഷ്ട്രങ്ങൾ അവർ പാരീസ് അക്കോർഡിൽ ഒപ്പിട്ടെങ്കിലും അവർക്ക് യാതൊരു വിധമായ സാമ്പത്തിക ബാധ്യതയുമില്ല. അതുമാത്രമല്ല, ലോകരാഷ്ട്രങ്ങളെ ഇന്ന് കിടുകിട വിറപ്പിക്കുന്ന ചൈന അവരടുത്ത 13 വർഷക്കാലത്തേക്ക് അവർ എന്ത് ചെയ്താലും അവരെ ആരും ചോദിക്കത്തില്ല. അവർ സാമ്പത്തികമായിട്ട് അവർക്ക് യാതൊരു വിധമായ കമ്മിറ്റ്മെൻറ്റുമില്ല. അപ്പം ആ അക്കോർഡ് അമേരിക്കൻ ജനതയ്ക്ക് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡൊണാൾഡ് ജെ ട്രംപ് പാരീസ് അക്കോർഡിൽ നിന്ന്
ഈ ക്ലൈമറ്റ് കൺട്രോൾ പാരീസ് അക്കോർഡിൽ നിന്ന് പിൻവലിച്ചത്. ഏതായാലും 8 പേരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 അംഗങ്ങളെയാണ് ക്യാബിനറ്റ് സെക്രട്ടറിമാരായിട്ട് ജോ ബൈഡൻ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ പഴയകാല പരിചയം എന്താണ് എന്ന് നമുക്ക് ഒരു വിലയിരുത്താൻ സമയമായിട്ടില്ല. അവരുടെ അടുത്ത ഭാവിയിൽ പരിപാടികൾ കണ്ടിട്ട് നമുക്കതിനെക്കുറിച്ച് വിലയിരുത്തുന്നതായിരിക്കും ഈ തരുണത്തിൽ നല്ലത്. ഡിസംബർ 24 മുമ്പായി കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുമെന്ന് ഈ അടുത്ത് പറയുകയുണ്ടായി. FDA അപ്രൂവിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. അത് എന്തോരം പ്രായോഗികമാകുമെന്നാണ് സാറ് കരുതുന്നത്? നല്ലൊരു ചോദ്യം. ഡൊണാൾഡ് ജെ ട്രംപ് പ്രസിഡൻ്റ് ആയിരിക്കെ തന്നെയാണ് ഡിസംബർ 24 കോവിഡ് വാക്സിൻ അമേരിക്കൻ ജനതയ്ക്ക് FDA അപ്രൂവ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് തിരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ കേട്ട പ്രധാനപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ചുള്ള ആക്ഷേപം ഏകദേശം 200,000 ആളുകൾ മരിച്ചു, പ്രസിഡന്റ് ട്രംപ് എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു. 2020 ജാനുവരി മാസം ചൈനയിലെ യുഹാനിൽ നിന്ന് എങ്ങനെയാണെന്നറിയില്ല ഈ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലോക ജനത ഒന്നടങ്കം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായിട്ട് ചെയ്തു, ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന യാത്രക്കാരെ തടഞ്ഞു. അത് 2020 മാർച്ച് മാസത്തിലാണ്. ഇന്ന് പ്രസിഡന്റ് ഇലക്ട് എന്ന് പറയുന്ന ജോ ബൈഡൻ പ്രസിഡന്റിനെ ഭ്രാന്തനെന്നും വിവരദോഷിയെന്നും വിളിച്ചു. ഏകദേശം 6 മാസം കൊണ്ടാണ് അമേരിക്കയിൽ വാക്സിൻ ഉണ്ടാക്കാൻ സാധിച്ചത്. അത് പ്രസിഡന്റ് സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ഒരു പക്ഷേ ഇലക്ഷന് മുമ്പേ ഈ വാക്സിൻ വന്നായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മൾ ഇതുപോലെ ഓരോ കോടതി വരാന്തയിലും ഇലക്ഷൻ കേസുമായിട്ട് പോകേണ്ടി വരികയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഡൊണാൾഡ് ജെ ട്രംപിൻ്റെ ഒരു അഭിമാന മുഹൂർത്തമായിട്ട് തീർച്ചയായും നമുക്ക് കാണാം. രാജ് ഓട്ടോ സെന്റർ ന്യൂയോർക്ക്. നിങ്ങളുടെ വാഹനം ഏതുമായി കൊള്ളട്ടെ, ഞങ്ങളെ സമീപിക്കുക. രാജ് ഓട്ടോ സെന്റർ ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ അതിപ്രശസ്തമായ സ്ഥാപനം രാജ് ഓട്ടോ സെന്റർ ന്യൂയോർക്ക്. ഇന്ന് കിട്ടിയ 2 വാർത്തകളെ ഞാനൊന്ന് അഭിസംബോധന ചെയ്തിട്ട് അതിലെ റിസൾട്ട്, അതിൽ നിന്നുണ്ടാകാവുന്ന റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് ബഹുമാനപ്പെട്ട അറ്റോർണി വിനോദ് കെയർക്കെയോട് ഞാൻ ഫൈനൽ ക്വസ്റ്റ്യൻസാണിത്. ഇതോടുകൂടി നമ്മുടെ ടോക്ക് ഷോ അവസാനിക്കുകയാണ്. ഈ 2 ചോദ്യങ്ങൾ കൂടി മറുപടി തരണം. ജോർജിയ റീകൗണ്ട് റിക്വസ്റ്റഡ് ബൈ ട്രംപ് ക്യാമ്പയിൻ ബിഗിൻ ട്യൂസ്ഡേ എന്ന് വിചാരിക്കുമ്പോൾ ഇന്നത്തെ ട്യൂസ്ഡേ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത് സംഭവിച്ചാൽ ഓൾസോ ഇങ്ങനെയുണ്ട് ഒരു കമൻറ്റ്, വെരി സീരിയസ് പ്രോബ്ലംസ് ഇൻ ജോർജിയ ഇലക്ഷൻ. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ജോർജിയയിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് സ്റ്റിൽ പെൻഡിങ്, സ്റ്റിൽ തിങ്സ് ആർ വേഴ്സ്റ്റ്. ആ ഒരു സിറ്റുവേഷനിൽ ട്രംപിൻ്റെ വിജയത്തിന് വീണ്ടും എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇലക്ഷൻ്റെ റിസൾട്ട് പരിപൂർണമായിട്ട് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ജോർജിയ ഇലക്ഷൻ കഴിഞ്ഞ ആഴ്ച സർട്ടിഫൈ ചെയ്തു. അതിനെതിരായിട്ടാണ് ജോർജിയ സ്റ്റേറ്റ് സുപ്രീം കോർട്ടിൽ ട്രംപ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1000കണക്കിന് സത്യപ്രതിജ്ഞ അഫിഡവിറ്റ്സ് ട്രംപിൻ്റെ വക്കീലന്മാരുടെ കയ്യിലുണ്ട്. അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവിഹിതമായിട്ട് ഇല്ലീഗലായിട്ടുള്ള വോട്ടുകൾ, ബാലറ്റ് ഹാർവെസ്റ്റിങ്, മരിച്ച ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ട്രംപിൻ്റെ വക്കീലന്മാർക്ക്
ജോർജിയ സുപ്രീം കോടതിയിൽ ക്രോസ് എക്സാമിനേഷന് ശേഷം സ്ഥാപിക്കാൻ സാധിച്ചാൽ ജോർജിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സർട്ടിഫൈ ചെയ്ത ഇലക്ഷൻ നൾ ആൻഡ് വോയിഡായിട്ട് ജോർജിയ സ്റ്റേറ്റ് സുപ്രീം കോർട്ട് വിധിക്കും. അഥവാ ട്രംപിൻ്റെ അഭിഭാഷകർ അവിടെ വിജയിച്ചില്ലെന്നിരിക്കട്ടെ, അതിനെതിരായിട്ട് അപ്പീൽ കൊടുക്കാൻ വേണ്ടി US സുപ്രീം കോർട്ടിൽ കഴിയും. ഏതായാലും ജാനുവരി 6, 2021 മുമ്പ് ആരായിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന് എന്തൊക്കെ നിയമയുദ്ധങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റിൻ്റെ സുപ്രീം കോടതിയിലോ US സുപ്രീം കോടതി നടത്തിയാലും ജാനുവരി 6 മുമ്പേ ആരായിരിക്കും പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1993 പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ, അദ്ദേഹത്തിൻ്റെ അന്ന് US കോൺഗ്രസും സെനറ്റും ഭരിച്ചിരുന്നത് ഡെമോക്രാറ്റ്സ് ആയിരുന്നു, അവർക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, ഒരു ആക്ട് കൊണ്ടുവന്നു, നാഷണൽ വോട്ട് രജിസ്ട്രേഷൻ ആക്ട്. അതനുസരിച്ച് ആർക്ക് വേണമെങ്കിലും വോട്ട് രജിസ്റ്റർ ചെയ്യാം. അതിന് യാതൊരു ID-യും നമുക്ക് കാണിക്കണ്ട, ID ചോദിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം കാലിഫോർണിയയിലും ഇപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇല്ലീഗൽ ഏലിയൻസിന് പോലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഡ്രൈവേഴ്സ് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു ഫെഡറൽ സംവിധാനത്തിൽ വോട്ട് ചെയ്യണമെങ്കിൽ US സിറ്റിസൻസ് ആയിരിക്കണം. അപ്പോൾ വെറും ഒരു ID-യുടെ അത് ലീഗലായിട്ടുള്ള ആളുകളാണെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആളുകളാണെങ്കിലും വോട്ട് ചെയ്യാൻ ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനം അമേരിക്കയില്ല. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ എല്ലാ വോട്ട് ചെയ്യുന്ന ആളുകൾക്കും ഒരു വോട്ടേഴ്സ് ID ഉണ്ട്. നമ്മളെല്ലാം നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ ഒരു ഇലക്ഷൻ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന അവസരത്തിൽ എല്ലാ പാർട്ടികളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഈ പോളിംഗ് ഏജൻറ്റ്സ് ഉണ്ട്. അവർക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ അങ്ങനെ യാതൊരു സംവിധാനവുമില്ല. ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും ID ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരുടെ പേരിലും പോയി വോട്ട് ചെയ്യാം എന്നുള്ള ആ ദയനീയമായ ഒരു അമേരിക്കൻ വോട്ടിംഗ് സിസ്റ്റത്തിൻ്റെ പരാജയമാണ് ഈ 2020 നവംബർ 3 നടന്ന ഇലക്ഷൻ്റെ ആകത്തുക. ഇത് റിപ്പബ്ലിക്കൻ ജയിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യനല്ല. ഇലക്ഷൻ സുതാര്യമായിട്ട് നടത്തണം, അതിൻ്റെ ലെജിറ്റിമസി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കൻ ജനത ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇല്ലീഗലായിട്ട് ആരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ഷൻ അധികൃതരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇനിയും പല തിരഞ്ഞെടുപ്പ് യുദ്ധങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമായി തീരുന്നു. ഇത്രയും നേരം നാം അമേരിക്കൻ ഇലക്ഷനെ പറ്റിയും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള താരതമ്യ പഠനം, ഇലക്ഷനിലെ കാര്യങ്ങളിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള താരതമ്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് വിനോദ് കെയർക്കെ എന്ന നമ്മുടെ പ്രമുഖ അറ്റോർണി നമ്മളോട് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നത്. ഈ പ്രോഗ്രാം ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഹൃദയത്തിൽ വന്ന ചില ആശയങ്ങൾ, താല്പര്യങ്ങൾ ഒന്ന് പങ്കുവെക്കുകയാണ്. അമേരിക്ക എന്ന ദേശം പലരും കനാൻ ദേശം, സ്വപ്നം കണ്ടിരുന്ന ദേശം എന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കെന്നഡി മുതൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ എനിക്ക് നല്ല ഓർമ്മയാണ്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പാൽപ്പൊടിയും അമേരിക്കയിൽ നിന്ന് വരുന്ന ഗോതമ്പും ഒക്കെ അനുഭവിക്കാൻ അന്ന് എനിക്ക് ചുറ്റുമുള്ളവർക്ക് വരെയും സൗഭാഗ്യമുണ്ടായതിനെ ഓർത്ത് എനിക്ക് ഇന്നും അമേരിക്കയെ ഓർക്കുമ്പോൾ വളരെ വളരെ റെസ്പെക്റ്റുള്ള ഒരു ദേശമാണ്. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 37 വർഷം കഴിഞ്ഞു. വളരെ സന്തോഷകരമായൊരു ജീവിതം ഈ ദേശം തന്നു. എന്നാൽ വിദേശികളായി വന്ന നമ്മൾ ഓരോരുത്തരും
പല രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് വന്ന അനേകരാണെന്ന് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പം മജോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആഫ്രിക്കൻസ്, സ്പാനിഷ് രാജ്യങ്ങൾ, ഇന്ത്യ അതുപോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഇവിടെ നിന്നൊക്കെയും വന്നിട്ടുള്ള കൾച്ചർ ഈ ദേശത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി, അക്രമം എന്നിവ പണ്ട് ഞാൻ അമേരിക്കയിൽ കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് അതൊരു സാധാരണ സംഭവത്തെ പോലെ ആയി മാറിയിരിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്നാണോ ഈ ദേശം ഇങ്ങനെ നാശമാക്കിയത് എന്ന് ഞാൻ തമാശയായിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ കൾച്ചർ, ആഫ്രിക്കൻ കൾച്ചർ, സ്പാനിഷ് കൾച്ചർ, ഇതൊക്കെ ഈ ദേശത്ത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുക. ഈ ദേശത്തുള്ളവരാരും ഒരുപക്ഷെ ഇതുപോലെ ആയിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലെ വളരെ വ്യക്തമായ അഴിമതി അമേരിക്കയിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ, ഈ അഴിമതിക്കാർ തന്നെ രംഗത്ത് വന്നാൽ, ഈ അഴിമതിക്കാർ തന്നെ ഭരണരംഗത്ത് വന്നാൽ എന്തായിരിക്കും മുമ്പോട്ടുള്ള അവസ്ഥ? കോവിഡ് പോലൊരു മാരക രോഗത്തെ പോലും ആയുധമാക്കി ഈ ദേശത്ത് വലിയ ഒരു വ്യത്യാസം സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, അഴിമതി രാഷ്ട്രീയം സൃഷ്ടിക്കുവാൻ തന്നെ ഇവിടുത്തെ നേതാക്കൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ കഴിഞ്ഞ ടോക്ക് ഷോയിൽ സൂചിപ്പിച്ച പോലെ വുഹാനിൽ നിന്ന് വന്ന ഈ ചൈനീസ് വൈറസ് അതെങ്ങനെ എത്തി, എങ്ങനെ ട്രംപിൻ്റെ ഇലക്ഷന് മുമ്പ്, ട്രംപ് പ്രസിഡൻ്റ് ആകുമോ എന്ന് സംശയം തോന്നുന്നതിന് മുമ്പ് അതെങ്ങനെ രംഗപ്രവേശം ചെയ്തു, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയോ ട്രംപിന് വേണ്ടിയോ, ട്രംപിൻ്റെ ഫാമിലിയെ വരെ ഈ ചൈനീസ് വൈറസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ പ്ലാൻ ചെയ്തവർ പൂർണ്ണമായി വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രംപിനെ നശിപ്പിക്കുവാൻ, ഈ ദേശത്തെ റിപ്പബ്ലിക്കൻസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണോ ചൈനീസ് വൈറസിനെ കൊണ്ടുവന്നത്? എങ്കിൽ ഒരു പരിധി വരെ അവർക്കത് സാധിച്ചു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും സങ്കടമുണ്ട്, അതങ്ങനെ പറയേണ്ടി വരുന്നതിൽ. കാരണം ഈ വൈറസും ഈ രോഗവും ഒന്നുമല്ല നമ്മുടെ അക്രമ പ്രവർത്തനത്തിന് മാധ്യമമായി ഉപയോഗിക്കേണ്ടത്. അതല്ല, കഴിവ് കൊണ്ട്, എളിമ കൊണ്ട്, പ്രവർത്തനം കൊണ്ട് ദേശത്തെ നേടുക ശ്രമിക്കുക. അതാണ് പ്രസിഡന്റ് ട്രംപ് ചെയ്തത്. അദ്ദേഹം തിരിച്ചു വരാൻ ഈ ദേശത്തുള്ളവർ, ഈ ലോകത്തുള്ളവർ, ഇത് ഈ പ്രോഗ്രാം കാണുന്നവർ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ തിരിച്ചു മടക്കി ദേശത്ത് കൊണ്ടുവരണം. വീണ്ടും 4 വർഷം കൂടി അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ഈ ടോക്ക് ഷോ ഇവിടെ അവസാനിക്കുക. ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ TV പ്രോഗ്രാം സമാപിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായി ഇരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ TV USA പ്രൊഡ്യൂസറും ഡയറക്ടറുമായ ഡോക്ടർ ബാബു ബി തോമസുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.